നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ വികസിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി 2 കോൺഗ്രസ് എംഎൽഎമാർ വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവ് കെ രാജേഷ് കുമാർ, പി വിശ്വനാഥ് എന്നിവരാണ് പുതിയ മന്ത്രിമാരായി സ്ഥാനമേൽക്കുന്നത്. 6 പതിറ്റാണ്ടിന് ശേഷമാണ് തമിഴ്നാട്ടിൽ കോൺഗ്രസ് ഭരണത്തിന്റെ ഭാഗമാകുന്നത് എന്നത് ഈ തീരുമാനത്തെ ചരിത്രപരമാക്കുന്നുണ്ട്. രാവിലെ 10 മണിക്ക് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണറുടെ ചുമതലയുള്ള RV ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. കൃഷി, ഉന്നത വിദ്യാഭ്യാസം, റവന്യൂ തുടങ്ങിയ സുപ്രധാന വകുപ്പുകളിൽ നിലവിൽ മന്ത്രിമാരില്ലാത്ത സാഹചര്യം പരിഹരിക്കാനാണ് ഈ മന്ത്രിസഭാ വികസനം. കോൺഗ്രസിനെ ഭരണത്തിൽ ഉൾപ്പെടുത്തിയത് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സഖ്യം ശക്തമാക്കാനും സഹായിക്കുമെന്നുമാണ് TVK വിലയിരുത്തൽ. അതേസമയം AIADMKയിലെ വിമത വിഭാഗത്തെ ഇപ്പോൾ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തില്ലെന്ന് മുഖ്യമന്ത്രി വിജയ് തീരുമാനിച്ചിട്ടുണ്ട്. സഖ്യകക്ഷികളായ VCKയും CPMും ഇതിന് ശക്തമായ എതിർ സാഹചര്യത്തിലാണ് ഈ തീരുമാനം. AIADMK അംഗങ്ങളെ ഉൾപ്പെടുത്തിയാൽ പിന്തുണ പിൻവലിക്കുമെന്ന് CPM മുന്നറിയിപ്പ് നൽകിയിരുന്നു. തമിഴക വെട്രിക്കഴകത്തിന്റെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ നിലനിർത്താനാണ് മുഖ്യമന്ത്രിയുടെ ഈ നീക്കം. തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് തന്റെ മന്ത്രിസഭ വികസിപ്പിക്കുന്നു. കോൺഗ്രസിന്റെ 2 നിയമസഭാ അംഗങ്ങളാണ് നാളെ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. മുൻ മന്ത്രിമാരായ CV ഷൺമുഖം, SP വേലുമണി എന്നിവരുടെ നേതൃത്വത്തിലുള്ള AIADMK വിമത വിഭാഗത്തെ ഈ ഘട്ടത്തിൽ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തില്ലെന്നാണ് ലഭിക്കുന്ന സൂചന. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവും കിളിയൂർ MLAയുമായ കെ രാജേഷ് കുമാർ, മേലൂർ MLA പി വിശ്വനാഥ് എന്നിവരാണ് വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് ലോക് ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരായി ചുമതലയേൽക്കുക. തമിഴ്നാട് ഗവർണറുടെ അധിക ചുമതലയുള്ള രാജേഷ് ആർലേക്കർ ചടങ്ങിൽ പങ്കാളിയാകാൻ ബുധനാഴ്ച രാത്രിയോടെ ചെന്നൈയിലെത്തും. 6 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് തമിഴ്നാട്ടിൽ കോൺഗ്രസ് ഭരണത്തിന്റെ ഭാഗമാകുന്നത് എന്നും അണികളുടെ നീണ്ടകാലത്തെ സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത് എന്നും കോൺഗ്രസ് വൃത്തങ്ങൾ പ്രതികരിച്ചു. കുളച്ചൽ MLA തരഹൈ കുദ്ബർട്ടും മന്ത്രിസ്ഥാനത്തിലായി സജീവമായി രംഗത്തുണ്ടായിരുന്നു. അഗ്രികൾച്ചർ, ഹയർ എഡ്യൂക്കേഷൻ, റവന്യൂ, ട്രാൻസ്പോർട്ട് തുടങ്ങി 20ഓളം പ്രധാന വകുപ്പുകൾ മന്ത്രിമാരെ നിയമിക്കാതിരുന്നതിന് മുഖ്യമന്ത്രി വിജയ് വലിയ വിമർശനങ്ങൾ നേരിട്ടിരുന്നു. AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയോട് എതിർപ്പുള്ള വിമത വിഭാഗത്തെ മന്ത്രിസഭയിൽ എത്തിക്കാനുള്ള ചർച്ചകൾ കാരണമാണ് വകുപ്പ് വിഭജനം നീണ്ടുപോയത്. എന്നാൽ വിജയ് സർക്കാരിനെ പിന്തുണയ്ക്കുന്ന VCK, CPM എന്നീ പാർട്ടികൾ AIADMK അംഗങ്ങളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നതിനെ പരസ്യമായി എതിർത്തു. AIADMK പ്രതിനിധികളെ മന്ത്രിമാരാക്കി പിന്തുണ പിൻവലിക്കുന്ന കാര്യം ആലോചിക്കേണ്ടി വരുമെന്നും ഇത് ജനവിധിക്കും TVK മുന്നോട്ടു പോകുന്ന അഴിമതിരഹിത ഭരണത്തിനും വിരുദ്ധമാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി പി ഷൺമുഖം മുന്നറിയിപ്പ് നൽകി.